നമുക്ക് തിരിച്ചു വേണം. കരയണ്ട മോളു, ഒന്നും ഉണ്ടാവില്ല മോളു. മോളിക്കനൊക്കെ വിഷമിക്കുന്ന ഉപ്പാക്കും സങ്കടാവൂലേ? കരയണ്ടേ കേട്ടോ, കരയണ്ട. ഉപ്പാക്കൊന്നും സംഭവിക്കൂലേ? മോള് ഉപ്പാന്റെ അടുത്ത് കരയില്ല. നിങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം, നമുക്ക് വേറെ ആരുമില്ല. എന്റെ ഉപ്പ മരിച്ചു, ഞങ്ങൾ അനാഥരായിപ്പോ പഠിത്തം കൈവിടല്ല. എല്ലാവരും സഹായിക്കണം. എൻ്റെ മക്കൾക്ക് ഇനി ആരുമില്ല, എൻ്റെ ഉമ്മക്കും ആരുമില്ല. ഞാൻ മരിച്ചു പോയ പിന്നെ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഭാര്യക്കും ആരുമില്ല. എൻ്റെ മക്കളെ നിങ്ങൾ അനാഥരാക്കല്ലേ, നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരൂലേ? ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എൻ്റെ ഉപ്പ നിങ്ങളെല്ലാവരും സഹായിക്കണം, നമുക്ക് വേറെ ആരുമില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠാപുരം മലപ്പട്ടം അടിച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ചെങ്ങളായിലുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ വീട്ടിലാണ്. സഹോദരന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ കാണിച്ച് ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൽ ഞങ്ങൾ എത്തിച്ചിരുന്നു. ആരൊക്കെയോ ചേർന്ന് ആ വീഡിയോ റിപ്പോർട്ട് അടിച്ചതിന്റെ പേരിൽ ഇവർക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കാതെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എത്രയും പെട്ടെന്ന് ഈ സഹോദരനെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ബ്ലഡുകളും കാര്യങ്ങളൊക്കെ കയറ്റുകയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതായിരുന്നു. നിർഭാഗ്യവശാൽ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആയതിന്റെ പേരിൽ ഫണ്ട് വരാത്ത രൂപത്തിലായപ്പോൾ തന്നെ ഇവർക്ക് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായി. ഏകദേശം 35 ലക്ഷം രൂപയാണ് ഇവർക്ക് മജ്ജ മാറ്റി വെക്കാനുള്ള സർജറിക്ക് ആവശ്യം. മെഡിലോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന അത്യപൂർവമായ ക്യാൻസർ രോഗം പിടിപെട്ട് വളരെ അടിയന്തരമായി മജ്ജ മാറ്റി വെക്കൽ പരിഹാരം അല്ലാതെ വേറൊരു നിവൃത്തിയും ഈ ഒരു രോഗത്തിന് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. സഹോദരൻ തന്നെയാണ് മജ്ജ നൽകുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് പ്രിയപ്പെട്ടവർ ഇവരുടെ ഗതികേട് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. ഈ സഹായം മുടക്കുന്ന രൂപത്തിൽ ആരും ഒന്നും ചെയ്യരുത്. ഈ ജീവൻ നിലച്ചു പോകുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യരുത്. ഈ മക്കളെ ഓർത്തെങ്കിലും ഈ കുടുംബത്തെ ഓർത്തെങ്കിലും, ഈ കുടുംബത്തിന് വേറെ ആരുമില്ല. എന്തായാലും നിങ്ങൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം. നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം. നിങ്ങളുടെ പ്രതീക്ഷ ഇവർക്ക് നിരാശയാവരുത്. നിങ്ങളും കൂടി കൈവിട്ടാൽ ഈ സഹോദരനെ നമുക്ക് ചിലപ്പോൾ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, സഹായിക്കണം. നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു നാട് മുഴുവൻ വളരെ വിങ്ങലോടുകൂടി നിങ്ങളോട് സഹായ അഭ്യർത്ഥന തേടാൻ വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഈ മക്കളെ അനാഥരാവാതിരിക്കാൻ വേണ്ടി ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രിയ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു നാട് മുഴുവൻ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ആ പ്രിയ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ മക്കളെ ഓർത്തെങ്കിലും, ഈ കുടുംബത്തെ ഓർത്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പറും അതേപോലെ നാട്ടുകാരും പള്ളി കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ ഈ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെടുത്തിയുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സുധാകരൻ. ഞാൻ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ അടിച്ചേരി 12-ാം വാർഡിലെ മെമ്പറാണ്. ഈ വാർഡിലെ അബ്ദുൾ റഹ്മാൻ്റെ ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണം സ്വരൂപിക്കാൻ ആവശ്യത്തിന് നമുക്ക് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 35 ലക്ഷം രൂപയോളം അന്ന് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ചെറിയ എമൗണ്ട് മാത്രമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന്, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായ ചികിത്സയുടെ സഹായത്തിന് മുഴുവൻ ആളും കഴിവനിഞ്ഞ് സഹായിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എൻ്റെ മഹല്ലൊരു മെമ്പറാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ സീരിയസ് ആയ സ്റ്റേജിലാണ്. കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിന് വേണ്ടുന്ന ചികിത്സയിലേക്ക് നമ്മളൊക്കെ കൈകോർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ ചെങ്ങളായിക്കാരനായിരുന്നു. ജമാലി എന്ന് പറഞ്ഞ അവരുടെ മകനാണ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടിച്ചേരിക്ക് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് താമസം മാറിയതാണ്. ഞാൻ ചെങ്ങളായി മഹലിലുള്ള ആളാണ്, മഹലിലെ കമ്മിറ്റി ഭാരവാഹിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ബാലകൃഷ്ണൻ, അടിച്ചേരി മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന ശ്രീ അബ്ദുറഹ്മാൻ മാസങ്ങളായി
കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അബ്ദുറഹ്മാൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന മുഴുവൻ സംഭാവനകളും ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പ്രഭാകരൻ. അടിച്ചേരിയിൽ താമസിക്കുന്ന ശ്രീ അബ്ദുൾ റഹ്മാന് ദാരുണമായ അസുഖം പിടപെട്ട് ചികിത്സയിലാണ്. ഇപ്പം പുറത്തു വേണ്ടുന്ന സാമ്പത്തിക സഹായം നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കമ്മിറ്റി നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അടിച്ചേരി മഹലിൻ്റെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് മുഹമ്മദ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷമായി കല്യാണം കഴിച്ച് ഈ അടിച്ചേരി മഹലിൽ താമസിക്കുന്ന വ്യക്തിയാണ് അബ്ദുറഹ്മാൻ മാരകമായ രോഗം പിടിപെട്ടിട്ടാണ് ഉള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ ചില ആരാണെന്നറിയില്ല റിപ്പോർട്ടടിച്ച് ബ്ലോക്ക് ചെയ്തുകയും നമുക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ സംജാതമായും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വീഡിയോ നമ്മൾ ഇറക്കുന്നത്. ഈ വീഡിയോയുമായി എല്ലാവരും സഹകരിച്ച് പുതിയ അക്കൗണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ജനകീയ അക്കൗണ്ടായിരിക്കും അത്. അതിലേക്ക് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു. അലൈക്കും വറഹ്മത്തുള്ളാഹി. അഷ്റഫ് ഈ ചികിത്സാ സഹായ സമിതിയുടെ ജനറൽ കൺവീനറാണ്. നേരത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപാകെ വന്നിരുന്നു. നല്ല പ്രതികരണവും 24 മണിക്കൂറിനുള്ളിൽ വളരെ നല്ല പ്രതികരണം അതിന് വന്നെങ്കിലും ഏതോ ചില തൽപര കക്ഷികൾ അത് ബ്ലോക്കാക്കുകയും വളരെ വേദനയോടുകൂടി നമ്മൾ വളരെ അത്യന്തം ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ കുടുംബത്തെ വളരെ നല്ല നിലയിൽ ആരോടും ഒരു കടത്തിന് പോലും ചോദിക്കാത്ത രീതിയിൽ കുടുംബത്തെ പുലർത്തിയ ആ പ്രിയപ്പെട്ട സഹോദരനെ അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ജനകീയ കമ്മിറ്റിയുടെ കീഴിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് പറ്റുന്ന സഹായങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. സമയമില്ല, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അബ്ദുറഹ്മാന്റെ ആരോഗ്യസ്ഥിതി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഒരു സർജറി ചെയ്ത് ആ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജീവൻ തന്നെ നിലച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ മക്കളെ അനാഥരാക്കല്ലേ, ആ കുടുംബത്തിന് ആരാരും ഇല്ലാതാക്കല്ലേ. വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.